Hi, Hello, Gabri. hi. ഓ ലഗേജ് പറയണ്ടല്ലോ. ഹെൽപ്പ് ചെയ്യണോ? കാര്യമല്ല. ബ്രീ, ഒരു ബൈക്ക് തന്നിട്ട് പോകും. എന്താണ് ബിഗ് ബോസിലേക്ക് തിരിച്ചു പോവാണ്? എന്താണ് സന്തോഷം, വളരെയധികം സന്തോഷം പോകാൻ പറ്റണമെങ്കിൽ. അല്ല, നമ്മള് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെയും കയറാൻ പോവാണ്. മനസ്സിൽ എന്തൊക്കെയാണുള്ളത്? അല്ല, വീണ്ടും ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമല്ല, അപ്പൊ അതിൽ സന്തോഷം തന്നെ. ഈ ബിഗ് ബോസ് കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ്? ബിഗ് ബോസ് തന്നൊരു ഹാപ്പി ആയിട്ട് ജീവിതം പോകണം, വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല രീതിയിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും, ആളുകൾ ഒരുപാട് പേര് ഇഷ്ടമുള്ളവർ വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അടിപൊളിയായിട്ട് പോകണം. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭയങ്കര PR റേറ്റിംഗ് കൂടുതൽ ജാസ്മിൻ ഗബ്രി കോംബോ ഭയങ്കര രീതിയിലായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? അല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അകത്തായിരുന്നല്ലോ. പിന്നെ അത് ഓരോ സംഭവങ്ങൾ ഹിറ്റാവണത് അതിൻ്റെതായിട്ടുള്ള രീതി, നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. ഈ സായിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ സായൊക്കെ ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിരുന്നു. ഗബ്രിയുടെ ബിഗ് ബോസ് ഒരു പാഠം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും, ക്ഷമ. ശരി, ഞാൻ കേരള ഫ്ലൈറ്റ് 6 ഈ ജാസ്മിനെ കാണുമ്പോൾ ആദ്യം പറയാനുള്ളത് എന്തായിരിക്കും? ജാസ്മിനെ ഹായ് എന്നായിരിക്കും. ജാസ്മിനെ കാണാനും ജാസ്മിൻ ഇന്നലെ കൂടി പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച ഒരാളായിരിക്കണേന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസം പറയാറുണ്ട്. അതെ, ബെസ്റ്റ് ഫ്രണ്ടാണ് അതെ, അതെ, അതെ. ജാസ്മിനെ കാണാൻ പറ്റുന്നത്. അല്ല, ഗബ്രി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജാസ്മിന് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടേഴ്സ് കൂടുതലാണ് ജാസ്മിനെ സംബന്ധിച്ച്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ഹാപ്പിനെസ്, അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ. ഇവിടെയാണോ? പിടിച്ചോ. എടുത്തു സെൽഫി എടുത്തു സെൽഫി എടുത്തു സെൽഫി എടുത്തു പോണം. പ്രശ്നം Gabri, all the best.